സ്വാമി 2017 ജൂലൈ 29 പത്തനാപുരത്ത് റിൻസി എന്ന് പറയുന്ന 16 വയസ്സുകാരി പെൺകുട്ടി +1 വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നത്. അന്ന് കേരളം ഞെട്ടലോടെയാണ് ആ കൊലപാതകത്തിൻ്റെ വാർത്ത കേട്ടത്. പക്ഷേ ആ വാർത്ത എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദുരൂഹമായ, ആരാണ് കൊന്നതെന്നോ ഒന്നും അറിയാൻ പറ്റാതെ എനിക്കൊന്ന് ഈ കിടന്നുറങ്ങുമായിരുന്നു ഈ കുട്ടി. വീട്ടുകാർ പോലും അറിഞ്ഞില്ല കൊല്ലപ്പെട്ടത്. അപ്പോൾ പിന്നീട് പോലീസ് പ്രതിയെ പിടികൂടി, പീഡനത്തിനിരയായാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് റിപ്പോർട്ടൊക്കെ വന്നു. എന്താണ് റിൻസിയുടെ കൊലപാതകത്തിൻ്റെ കഥ? ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. പിറവന്തൂർ നല്ലകുളത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കണം. ഇങ്ങനെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കാൻ തോന്നിയെന്ന് ആലോചിച്ച് നോക്കണം. അത്ര വലിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഇവരെന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്കുന്നത്? ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുടിച്ചാണ് ഇത് കൊന്നിരിക്കുന്നത്. ഇതൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഹാങ്ങിങ് ആണ് എന്നുള്ള രീതിയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിനുള്ള സാധ്യത മാത്രമാണ് അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പോലും പുറത്തു വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത്. പിന്നെ കേസ് അവസാനിപ്പിച്ച് കളഞ്ഞു പോലീസ്. കേസ് അവസാനിപ്പിച്ചു. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിയുടെ ബോഡി ആ വീട്ടിലേക്ക്, അതായത് ഫ്രണ്ടിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ ഇടത് ഭാഗത്ത്, അതായത് എൻ്റെ ലെഫ്റ്റ് കയ്യിൽ, ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണെന്ന് വെച്ചോ, ജോണേട്ടനോട് നേരെ ഞാൻ വരുന്നു, അത് ജോണേട്ടൻ ആ വീടാണെന്ന് വെച്ചോ, അതിൻ്റെ ഇടത് ഭാഗത്ത് ഒരു റൂം, ആ റൂമിലാണ് ഈ കുട്ടിയുടെ ബോഡി കിടക്കുന്നത്. കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ പലതവണ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത്, ഈ കുട്ടിയുടെ പിതാവും മാതാവും കടുത്ത ദൈവവിശ്വാസികളാണ്. ഒരു കടുത്ത ദൈവവിശ്വാസികളാണ് അവർ. ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്. വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിയുമായി വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ദുഃഖത്തിൽ, മനോവേദന മൂലം ഈ പെൺകുട്ടി കയറി തൂങ്ങി മരിച്ചതാണ്. തൂങ്ങി മരിച്ച പെൺകുട്ടി തൂങ്ങി മരിച്ചതാണ് എന്ന് പറയാതെ അവരുടെ വിശ്വാസപ്രകാരം അടക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് കട്ടിൽ കിടത്തിയാണ്. ഇതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കുട്ടി കിടക്കുന്നതിന് പുറത്തു നിന്ന് ഒരു വാതിൽ, ഈ വീടുമായി ബന്ധമില്ലാതെ ഒരു വാതിലുണ്ട്, ബാക്കിലോട്ട് ഒരു വാതിലുണ്ട്. ബാക്കിലുള്ള വാതിലിൻ്റെ കുറ്റി പൊളിഞ്ഞിരിക്കുകയാണ്. ആ കുറ്റി എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് അത് നേരത്തെ തന്നെ ചീത്തയായിപ്പോയി. അത് നേരത്തെ തന്നെ ചീത്തയായി പോയ വാതിലാണ്. അത് ഒരു ശാരീരികമായി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ അടച്ചുറപ്പില്ലാത്ത ഒരു റൂമിൽ കിടത്തും. അതായിരുന്നു നാട്ടുകാരുടെ ഏറ്റവും വലിയ സംശയം. ആ വീട്ടിൽ ഒരുപാട് റൂമുകൾ വേറെയുണ്ട്. അങ്ങനെ ഇരിക്കെ അടച്ചുറപ്പില്ലാത്ത ഒരു റൂമിൽ ശാരീരികമായി പ്രായമായ ഒരു പെൺകുട്ടിയെ ഒട്ടും ഉറപ്പില്ലാതെ ഒരു വീട്ടിൽ കിടത്തുക. പിൻഭാഗത്തേക്കും ഒരു വാതിൽ, മുൻഭാഗത്തേക്കും ഒരു വാതിൽ. പിൻഭാഗത്തേക്കുള്ള വാതിലിന് കുറ്റിയുമില്ല. അതൊരു ചെറിയ കമ്പ് പോലൊരു സാധനമാണ് കയറ്റി വെച്ചത്. ആ കമ്പാണ് ഒടിഞ്ഞും കിടക്കുകയാണ്. അതാരൊടിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ബോഡി ഈ കുട്ടി വിളിച്ചിട്ട് ഉണരാത്തത് കൊണ്ട് പിന്നിൽ നിന്ന് ഞങ്ങൾ തള്ളിക്കയറിയത് കൊണ്ടാണ്. ഇതൊക്കെയാണ് പോലീസ് അന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് വലിയ സംശയം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. നാട്ടുകാർ അവിടെ വളരെ വലിയ സംശയം പറഞ്ഞു. നാട്ടുകാർ ആദ്യമൊക്കെ പറഞ്ഞത് ഈ വീട്ടുകാർ തന്നെയായിരുന്നു. വീട്ടുകാർ തന്നെ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറഞ്ഞു. ആദ്യമൊക്കെ ഇവർക്ക് നേരെയായിരുന്നു സംശയം മൊത്തം. നാട്ടുകാർ വ്യാപകമായിട്ടുള്ള ഒരു ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് വ്യാപകമായ ഒരു പ്രതിഷേധം നാട്ടുകാർ സംഘടിപ്പിച്ചു. ആ നാട്ടുകാരെയാണ് അഭിനന്ദിക്കേണ്ടത്. വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത ഉത്തരവാദിത്വം ആ നാട്ടുകാർ കാണിച്ചു. വീട്ടുകാർക്ക് പരാതി ഉണ്ടായില്ല. വീട്ടുകാർ പറയുന്നുണ്ട്. വീട്ടുകാരോട് എത്ര തവണ, ആദ്യം എനിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ പറയുന്നത് പോലീസിൽ നിന്ന് മേടിച്ചായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയ ശേഷം രണ്ടാമത് ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിച്ച് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തന്നില്ല. ഞാൻ ചോദിച്ചിട്ട് അവർ തന്നില്ല, അവർ തരാൻ തയ്യാറായില്ല. അപ്പോൾ എനിക്കും ചെറിയൊരു സംശയം തോന്നി തുടങ്ങി. ഇവരെന്താണ്, ഒരു മാധ്യമ സ്ഥാപനമാണ്, ഒരു മാധ്യമ റിപ്പോർട്ടറാണ് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിച്ചിട്ട്. അത് കുറച്ചു കാലം ശേഷമാണ്. ഈ കുട്ടി മരിച്ച ഏതാണ്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്, വീണ്ടും ചെല്ലുന്നത് എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിച്ചിട്ട്. ചെന്നപ്പോൾ എനിക്ക് അത് തരാൻ തയ്യാറായില്ല. അപ്പോൾ എനിക്കും സംശയം തോന്നി അവരുടെ ഒരു ഇടപാട്. പക്ഷേ അവർ എന്താ പറയുക, അവരുടെ ഈ പറയുന്ന ഇടപെടൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംശയിച്ചു പോകും. പക്ഷേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കരാണ്. അവരുടെ വിശ്വാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഏരിയയില്ലേ, ചില അധികമായി വിശ്വസിക്കുന്ന ആളുകൾക്ക്, അമിതമായിട്ടുള്ള അന്ധമായി വിശ്വസിക്കുന്ന ദൈവവിശ്വാസമുള്ള ആളുകൾ ആ പറയുന്നത്, അതായത് ദൈവം പറഞ്ഞു എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് രാമൻ രാഘവ് പറഞ്ഞൊരു കഥയുണ്ട്. സൂര്യദേവനാണ് 42 കൊലപാതകം നടത്തിയ ശേഷം രാമൻ രാഘവിനോട് മുംബൈ ഹൈക്കോടതി ചോദിച്ചപ്പോൾ രാമൻ രാഘവ് കോടതി പറഞ്ഞത്, സൂര്യദേവനാണ് ഇത് മൊത്തം എന്നെ കൊണ്ട് ചെയ്യിച്ചതെന്നാണ്. ഈ കൊലപാതകം മുഴുവൻ ചെയ്യിച്ചത് സൂര്യദേവനാണ്. ഞാനിവിടുത്തെ ഈ ലോകവുമായിട്ട് പ്രതിനിധി മാത്രം. പുള്ളി ഇവിടുത്തെ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ 3 ഭരണമാണുള്ളത്. ഒന്ന് അക്ബറിന്റെ ഭരണം, ഒന്ന് ബ്രിട്ടീഷ് ഭരണം, ഒന്ന് ഇന്ത്യൻ
ലോ, ഈ 3 ഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ 3 ഭരണമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാര്യമായിട്ട് രാമൻ രാഘവ് കോടതി പറഞ്ഞ മൊഴിയാണിതൊക്കെ. ഇത് വായിച്ചു നോക്കിയാൽ മതി. രാമൻ രാഘവന്റെ കഥ പറയണമെന്ന് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അഭിഷേക് എന്നോട് പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതുപോലെ ഈ അമിതമായി വിശ്വസിക്കുന്നവരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളൊന്നും മറ്റൊരാൾക്ക് കൊടുക്കരുതെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. പോലീസ് ചോദിച്ചാലും ഇവർ കൊടുക്കത്തില്ല. പോലീസ് ചോദിച്ചാലും ഇവർ കൊടുക്കില്ല. അങ്ങനെ അന്വേഷണം വളരെ ശക്തമായി നടന്നിട്ട് അതായത് ക്രൈംബ്രാഞ്ച് വന്നിട്ട് അന്വേഷണം ശക്തമായി അരിച്ചു പറക്കി. ക്രൈംബ്രാഞ്ച് ആ ഉദ്യോഗസ്ഥരെ സമ്മതിക്കണം കേട്ടോ. അവർ ഏകദേശം ഒരു 100-ലധികം പേരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ചോദ്യം ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥ തന്നെ എന്താ പറയുക, നേരത്തെ ഒരു CBIയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെയായിരുന്നു. CBIയുടെ ഒരു കഥ നേരത്തെ പറഞ്ഞായിരുന്നു. വണ്ടി വന്ന് നിൽക്കും, നമ്മളായിരുന്നു വണ്ടി വന്ന് നിൽക്കും, പാൽക്കാരൻ്റെ രൂപത്തിൽ, പാൽക്കാരൻ, ഭിക്ഷക്കാരൻ, മറ്റേ ലോട്ടറി വിൽപ്പനക്കാരൻ, ഈ രൂപത്തിലൊക്കെ ഓരോരുത്തർ വന്ന് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു വണ്ടി വരും. ഈ ഈ നിന്നവനെയും കാണത്തില്ല, വന്നവനെയും കാണത്തില്ല, വണ്ടിയൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ ക്രൈംബ്രാഞ്ച് തൂക്കിക്കൊണ്ട് പോക്കായിരുന്നു. ആ ഏരിയ മുഴുവൻ അരിച്ചു പറക്കി ക്രൈംബ്രാഞ്ച്. അങ്ങനെയാണ് ഒടുവിൽ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള സുനിൽകുമാറിനെ കണ്ടുപിടിക്കുന്നത്. ഇവൻ ഈ കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നിരന്തരം. ഇവന്റെ വീട്ടിൽ നിന്നും പുറകുവശത്തൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വീട്ടിൽ എത്താൻ പറ്റും. ഇവന് ഏകദേശമൊക്കെ ഒരു ധാരണയായി. അതായത് ഈ കുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഇവന് ഏകദേശം ഒരു ധാരണയായി. ഈ കുട്ടി ഈ പറയുന്ന റൂമിലാണ് കിടക്കുന്നത് എന്നൊക്കെയുള്ള വിവരം. അത് ഈ റൂമിന് അകത്തുള്ള മറ്റു റൂമുകളുമായിട്ട് ബന്ധമില്ല. അത് സൈഡിൽ കൂടെ കയറാൻ പറ്റും. സൈഡിൽ കൂടെ കയറാം. എന്നാ എൻ്റെ ഓർമ്മ മറന്നുപോയി. ഇത്രയും വർഷമായില്ലോ, 8 വർഷമായി. ഞാൻ 2017 അവിടെ പോകുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടാണെന്നുള്ളത് അത് പുറകുവശത്തേക്ക് വാതിലില്ല. ഞാൻ 2017 അവസാനം ഞാൻ ട്രാൻസ്ഫർ ആയി പോയി. ഇവനെ പിടിക്കുമ്പോഴൊന്നും ഞാനല്ല റിപ്പോർട്ടർ. അപ്പൊ സുനിൽകുമാർ പിന്നിൽ നിന്ന് വന്ന് ഇവൻ കണക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഈ കുട്ടിയെ ഇവൻ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ മരിക്കുന്ന ദിവസം രാത്രിയിൽ അർദ്ധരാത്രിയോട് കൂടി ഇവൻ വന്ന് ഈ വാതിൽ തള്ളി തുറന്നു. അപ്പോൾ ഈ കുട്ടി ഉണർന്നില്ല, ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ കിടന്ന കുട്ടിയെ വാ പൊത്തിപ്പിടിച്ച് ഇവൻ റേപ്പ് ചെയ്തു. ഇവൻ വാ പൊത്തിപ്പിടിച്ച് ഈ കുട്ടിയെ അവിടെ ഇട്ട് റേപ്പ് ചെയ്ത ശേഷം ഇവൻ വസ്ത്രമൊക്കെ പഴയതുപോലെ തന്നെ വലിച്ചിട്ടു. പഴയതുപോലെ തന്നെ ഇട്ട ശേഷം ഇവൻ ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് കുട്ടിയുടെ മരണം സംഭവിച്ചു. അതായത് വാ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കുട്ടിയുടെ മരണം സംഭവിച്ചു പോയി. അപ്പോൾ ഈ ബോഡി ഇവൻ കട്ടിലിട്ട ശേഷം ഇവൻ മടങ്ങിപ്പോയി. പോലീസിന് അന്നേരം തന്നെ പിടിക്കാവുന്നതേ ഉള്ളൂ. എന്താണെന്നറിയൂ, ഇതിനകത്ത് ഈ കുട്ടിയുടെ ഡ്രസ്സിൽ ഇവൻ്റെ ശ്രവമുണ്ട്. ഇവൻ്റെ സ്പേം അതിൽ കിടക്കുകയാണ്. അത്തരം ശാസ്ത്രീയ പരിശോധനയിലേക്കൊന്നും പോയില്ല. എവിടെ പോകാൻ? ഉടനെ കൊണ്ടുപോയി ബോഡി കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത്. ഇവിടെ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ചില പോസ്റ്റ്മോർട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് എഴുതുന്ന ഇൻക്വസ്റ്റ് അനുസരിച്ച് അങ്ങ് ചെയ്തു വിടും. പോലീസ് ഒരു ഇൻക്വസ്റ്റ് എഴുതി വിടും. ഇന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരാൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ എക്സിനെ ഇന്ന സാഹചര്യത്തിൽ മരണപ്പെട്ടതായി കണ്ടു. ഈ പറയുന്ന സാഹചര്യം മുഴുവൻ ഇൻക്വസ്റ്റ് എടുത്ത് ഡോക്ടർ വായിക്കുമ്പോൾ എന്തോ മൊത്തം ആത്മഹത്യ. കയറ്, മറ്റേത്, വീട്, റൂം, അടച്ച റൂം, അതിനകത്ത് തൂങ്ങി മരിച്ചു, വീട്ടിൽ പ്രശ്നങ്ങളും, അങ്ങനെ ബോഡിക്കകത്ത് വേറെ ചതവൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എന്താ പറയുക, ഡോക്ടർ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് തന്നെ വെട്ടിക്കീറിയും വിടും. ശരി, ഓക്കെ, റിപ്പോർട്ട് എഴുതി ഒപ്പിട്ടാൻ കൊടുക്കും. ഇതാണ് നടക്കുന്നത്. എൻ്റെ ഒരു അടുത്ത ആൾ, ആരാന്ന് ഞാൻ പറയുന്നില്ല, സൂയിസൈഡ് ചെയ്ത. അപ്പോൾ ബോഡി ഞാനാ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഇതാണ് പരിപാടി. നമ്മൾ കൊണ്ടുവന്ന് അവിടെ കിടത്തുമ്പോൾ ഇതാണ് പരിപാടി, വെട്ടിക്കീറി, ഓക്കെ ശരി, അത്രയേ ഉള്ളൂ. ഒരു പോലീസുകാരനും വരും കൂടെ. ഇതാണ് അവിടുത്തെ ഒരു ഏർപ്പാട്. നമ്മൾ സംശയം ഉന്നയിക്കുകയാണെങ്കിൽ അവർ വിശദമായിട്ടുള്ള പരിശോധന നടക്കും. നമ്മുടെ ഈ ജഗദീഷ് ഉണ്ടല്ലോ, നടൻ ജഗദീഷിന്റെ വൈഫൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് മൃതശരീരമാണെങ്കിലും അറന്ന് മുറിച്ച് കണ്ടുപിടിക്കും. അത്ര ഭയങ്കര ഇതായിരുന്നു. സ്വാധീനിക്കാൻ പോലും പറ്റില്ല ഒരു കാരണവശാലും. അടുപ്പിക്കൽ വരെ അവർ ഇവിടെ വേറൊരു ഡോക്ടറുണ്ട്, ഫോറൻസിക്കിൽ വേറൊരു ഡോക്ടറുണ്ട്, അവർ മരിച്ചുപോയി. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ നമ്മുടെ ഈ കല്ലറയ്ക്ക് അടുത്തൊരു സ്ഥലം, സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അവിടെ ഒരു കുട്ടി മരണപ്പെട്ടു 9 വർഷത്തിൽ കൂടുതലായി. അതിനുശേഷം ബോഡി മാന്തി എടുത്തപ്പം അന്ന് ആ ഡോക്ടർക്ക് കാല് വയ്യ. എന്നിട്ടും ആ മല മൊത്തം ആ ഡോക്ടർ നടന്നു കയറി. ഫോറൻസിക് സർജൻ നടന്നു കയറി. പക്ഷേ ഈ ഇങ്ങനെ കുറേ ഇത് എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ആ റിപ്പോർട്ട് ഇപ്പോഴും ഇവിടെ എടുത്തു വെച്ചാൽ ഭയങ്കര കോമഡി ആയിരിക്കും. ആ റിപ്പോർട്ട് ഇവർക്കൊക്കെ ആരാണ് മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് അന്വേഷിക്കേണ്ടി വരും.
ഞാൻ പലപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഒരുക്കിയ ചർച്ച നടത്തി. ചില വിഷയങ്ങളിൽ വളരെ നെഗ്ലിജൻസ് പോലീസും കാണിക്കും, ഇവരും കാണിക്കും. ഇവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ തിരക്കായിരിക്കും. ജഗദീഷ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, മക്കൾ എന്ന് തൊട്ടപ്പുറത്ത് കാത്തിരിക്കേണ്ടി വരാറുണ്ട്, അപ്പോൾ പോലും ഇറങ്ങി വരത്തില്ല. ഇങ്ങനെ അവർക്ക് ഓരോ ആവശ്യങ്ങൾ കാണും. എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സമയത്തായിരിക്കും ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്ര ബോഡിയെ കൊണ്ടുവരുന്ന ഒരു ദിവസം പോസ്റ്റ്മോർട്ടത്തിന്, എത്ര ആത്മഹത്യ നടക്കുന്നത്, എത്ര ആത്മഹത്യകൾ ഒരു ദിവസം നടക്കുമ്പോൾ. ഈ പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇങ്ങനെ 3-4 ജില്ലയ്ക്കകത്തുള്ള ഈ പറയുന്ന മൈനറായിട്ടുള്ള കേസുകൾ മൊത്തം കൊണ്ടുവരുന്ന തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക്. പിന്നെ തിരുവനന്തപുരത്ത് ഈ സിറ്റി കിടക്കുന്ന ആത്മഹത്യകൾ, ഇതെല്ലാം കൊണ്ടുവരുന്നത്. പിന്നെ സംശയമുള്ള സാധനങ്ങൾ മൊത്തം കൊണ്ടുവരുന്നത് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു രക്ഷയില്ല, ക്യൂ ആണ് അവിടെ. അവർ പുതിയൊരു മോർച്ചറി ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഇതിൻ്റെ ഡ്രസ്സിലുണ്ട്, ഇതിൻ്റെ അടിവസ്ത്രത്തിൽ ഇവൻ്റെ സ്പേം ഉണ്ട്. ആ സ്പേം അന്നേരം തന്നെ പരിശോധിച്ചിരുന്നേ കിട്ടിയാൽ. ക്രൈംബ്രാഞ്ച് പക്ഷേ ഈ പറയുന്ന വസ്ത്രം മൊത്തം പോയി എടുത്തുകൊണ്ട് വന്നു. പോലീസ് സൂക്ഷിച്ചിരുന്ന വസ്ത്രം മുഴുവൻ ക്രൈംബ്രാഞ്ച് എടുത്തു. അങ്ങനെയാണ് ഈ സുനിൽകുമാറിനെ പിടിക്കുന്നത്. അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യം, ഇവൻ ദീർഘനാളായിട്ട്, അതായത് ഈ കുട്ടി വയസ്സറിയിച്ച കാലം മുതൽ ഇവൻ നോട്ടം ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു ഈ കുട്ടിയെ. അങ്ങനെയാണ് ഇവൻ 2017 രാത്രിയിൽ മദ്യപിച്ച് ഇരിക്കവേ ഈ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ഇവൻ ചെല്ലുകയും. മരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം ക്രൈംബ്രാഞ്ച് ചോദിച്ച് മരിക്കുമെന്നറിയാതെ അതാണ് ശ്വാസം മുട്ടിച്ചത്. അവൻ്റെ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തു. എന്തായാലും ക്രൈംബ്രാഞ്ച് വന്നത് നന്നായി. ക്രൈംബ്രാഞ്ച് വന്നില്ലായിരുന്നെങ്കിൽ ഈ കൊലപാതകമാണ് എന്നുള്ള കാര്യം പുറത്തു വരത്തില്ലായിരുന്നു. എന്നും ഈ വീട്ടുകാർ അതിനുശേഷം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ജീവിക്കുമായിരുന്നു. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവൻ പറവന്തൂർ ഭാഗത്ത് ഓട്ടോറിക്ഷ ഓടിച്ച് ആ സമയത്ത് ഈ പോലീസ് ഇവിടെ കിടന്ന് നാട് മൊത്തം അലഞ്ഞുകൊണ്ടിരുന്ന ക്രൈംബ്രാഞ്ച് നാട് മൊത്തം അലഞ്ഞപ്പോഴും ഇവനെ എടുത്തില്ല. ഒടുവിലാണ് ഇവനെ തൂക്കിയത്. ഇവൻ്റെ സുഹൃത്തിൽ നിന്ന് പോലീസിന് ഒരു ചെറിയ, ക്രൈംബ്രാഞ്ച് ഒരു ചെറിയ സാധനം കിട്ടി ഇവൻ്റെ സുഹൃത്തിൽ നിന്ന്. അത് ഇവൻ മദ്യപിച്ചിരിക്കുക ഇവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഏറ്റവും ഭോഗിക്കാൻ രസം കുട്ടികളെയാണെന്ന് പറഞ്ഞു. കുട്ടികളെയാണ് ഏറ്റവും ഭോഗിക്കാൻ രസം എന്ന് ഇവൻ മദ്യപിച്ചിരിക്കെ സുഹൃത്തിനോട് പറഞ്ഞു. ആ മൊഴിയാണ് ഇവനെ കുടുക്കിയത്. ആ സുഹൃത്തിൻ്റെ മൊഴി, ആ സുഹൃത്ത് പോലീസിനോട് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞ മൊഴി കറക്കി പിടിച്ചവനെ തൂക്കി. ക്രൈംബ്രാഞ്ച് അത് ഈ സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ ഇവൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. അവിടുന്ന് ഇവനെ തൂക്കി. അതാണ് ക്രൈംബ്രാഞ്ചിലെ നല്ല ചില ഉദ്യോഗസ്ഥർ. എന്നാലും ക്രൈംബ്രാഞ്ചിൻ്റെ മിടുക്കാണ് ഈ കേസ്. അതാണ് പത്തനാപുരത്തെ റിൻസി കൊലപാതകം. ഇത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും ആ അമ്മയും അച്ഛനും സംശയത്തിന്റെ നിഴലിലായിരുന്നു. ഇന്നും അവരെ നാട്ടുകാർ മുഴുവൻ സംശയത്തിന്റെ നിഴലായിരുന്നു. എന്തിനാ നമ്മൾ പോലും അടുത്ത ബന്ധുക്കളാകാനുള്ള സാധ്യത ഉണ്ടെന്ന് വരെ പല മാധ്യമങ്ങളും എഴുതി വെച്ചു, റിപ്പോർട്ട് എഴുതി വെച്ചു. കാര്യം ഇവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ തോന്നുന്നേ. നമ്മളിപ്പം വന്ന് ഒരു കാര്യം, ഇപ്പം പലരും അവരുടെ മക്കളുടെ നീതി കിട്ടാൻ വേണ്ടി മാധ്യമങ്ങളെ അങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തനം അങ്ങോട്ട് കയറി ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് തരുമോ, ഒരു ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരത്തില്ല, നിങ്ങൾ ഇറങ്ങി പോകണം ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സംശയം തോന്നുന്നത് അതല്ലേ ഉള്ളൂ. അതല്ലേ ഇതാണ്. അപ്പോൾ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ശരി.